ചരിത്രം പറയുന്നത് കുരിശ് കണ്ടുപിടിക്കപ്പെട്ടത് പേർഷ്യയിലാണ് എന്നാണ്. എന്നാൽ കൊലമരമായി തങ്ങളുടെ നിയമങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചത് റോമാക്കാരായിരുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ക്രിസ്തുമത വിരോധിയായിരുന്ന ഹെഡ്രിയൻ ചക്രവർത്തി ഗാഗുൽത്ത മല ഇടിച്ചു നിർത്തുകയും തിരുക്കല്ലറ മണ്ണിട്ട് മൂടുകയും ചെയ്തു. തുടർന്ന് അവിടെ ജൂപ്പിറ്റർ ദേവനും വീനിസ് ദേവിക്കും 2 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കരുത്തനായ മാക്സിൻസിയൂസ് രാജാവിൻ്റെ ആക്രമണത്തെ ഭയപ്പെട്ടിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അപേക്ഷിച്ചു. അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നില്ല. രാത്രിയിൽ ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി. ആകാശത്ത് കുരിശാകൃതിയിലുള്ള ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും. ഈ അടയാളത്തിൽ നീ വിജയിക്കുമെന്നതായിരുന്നു അത്. അതനുസരിച്ച് ഒരു കുരിശുണ്ടാക്കി സൈന്യത്തിൻ്റെ മുൻനിരയിൽ വഹിക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. ഈ യുദ്ധത്തിൽ ചക്രവർത്തിയുടെ സൈന്യം അവിശ്വസനീയമാം വിധം വിജയം വരിച്ചു. താമസിയാതെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള മതപീഡനം അവസാനിപ്പിക്കുകയും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. അതാണ് പ്രസിദ്ധമായ 331 മിലാൻ വിളംബരം. തുടർന്ന് ലാറ്ററൽ കൊട്ടാരം ചക്രവർത്തി മെൽക്കിയാഡസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. 321 മറ്റൊരു വിളംബരം വഴി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം അവധി ദിവസമായി പ്രഖ്യാപിച്ചു. ഈ തീരുമാനം ലോകം മുഴുവൻ അംഗീകരിക്കുകയായിരുന്നു. മാനസാന്തരശേഷം ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി ഭക്ത്യാഭ്യാസങ്ങളിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും വ്യാപരിച്ചു. 326 ജെറുസലേം ബിഷപ്പായ മക്കാരിയൂസിന് ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയാൻ കൽപ്പന കൊടുത്തു. പള്ളി നേരിൽ കാണുവാൻ രാജ്ഞി പുറപ്പെട്ടു. യേശുവിൻ്റെ യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശവും ഈ യാത്രയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു. രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ഗാഗുൽത്തായിൽ കുമിഞ്ഞുകൂടിയ ചപ്പുചവറുകൾ മാറ്റിയപ്പോൾ വീനിസ് ദേവന്റെ ഒരു പ്രതിമ കണ്ടു. അതവിടെ നിന്നും നീക്കം ചെയ്ത് കുഴിച്ചു നോക്കിയപ്പോൾ 3 കുരിശ് കണ്ടെത്തി. ഇതിൽ ഏതാണ് ഈശോയെ തറച്ച കുരിശ് എന്ന് കണ്ടെത്താൻ ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ ആ കുരിശുകൊണ്ട് സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശ് ചുംബിച്ചപ്പോൾ ആ സ്ത്രീയുടെ രോഗം മാറി. 335 സെപ്റ്റംബർ 13 ഈശോ കുരിശിൽ മരിച്ച സ്ഥലത്ത് രക്തസാക്ഷി എന്ന പേരിലും ഉയർത്ത സ്ഥലത്ത് ഉയർപ്പ് എന്ന പേരിലും 2 ദേവാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു.